പുതുവർഷത്തിലെ ആദ്യ മത്സരത്തിൽ റയൽ മാഡ്രിഡിന് നാടകീയ വിജയം. ഇന്നേവേ പോരാട്ടത്തിൽ വലൻസിയെ നേരിട്ട റയൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് വിജയിച്ചത്. മത്സരത്തിൽ പിന്നിൽ പോയ ശേഷം റയൽ തിരിച്ചു വരികയായിരുന്നു. ജയത്തോടെ ലാലിഗയിൽ 1-ാം സ്ഥാനത്തെത്താനും റയലിനായി. മത്സരത്തിന്റെ 27-ാം മിനിറ്റിൽ ഹ്യൂഗോ ഡോറോയുടെ ഗോളിൽ വലൻസിയ മുന്നിലെത്തി. ഒറ്റ ഗോൾ ലീഡിൽ ആദ്യ പകുതി അവസാനിച്ചു. രണ്ടാം പകുതിയിൽ 55-ാം മിനിറ്റിൽ എംബാപ്പയെ വീഴ്ത്തിയതിന് റയലിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. എന്നാൽ ബെല്ലിംഗ്ഹാം പെനാൽറ്റി പാഴാക്കി. തുടർന്ന് എംബാപ്പെ വലകുലുക്കിയെങ്കിലും ഓഫ്സൈഡിനെ തുടർന്ന് വാർ ഗോൾ നിഷേധിച്ചു. 78-ാം മിനിറ്റിൽ വലൻസിയ ഗോൾ കീപ്പറുടെ മുഖത്തിടിച്ചതിന് വിനീഷ്യസ് റെഡ് കാർഡ് വാങ്ങി പുറത്തേക്ക്. 10 പേരായി ചുരുങ്ങിയെങ്കിലും റയൽ ശക്തമായി പൊരുതി. 85-ാം മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിന്റെ ഗോളിൽ റയൽ മാഡ്രിഡ് ഒപ്പമെത്തുകയും ചെയ്തു. തുടർന്ന് ഇഞ്ചുറി ടൈമിൽ വലൻസിയ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത ബെല്ലിംഗ്ഹാം റയലിന്റെ വിജയ ഗോൾ കുറിച്ചു. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 63% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 17 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 622 പാസുകൾ 88% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 8 ഷോട്ടുകളാണ് വലൻസിയ തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഈ വിജയത്തോടെ 19 മത്സരങ്ങളിൽ 43 പോയിന്റുമായി റയൽ ലീഗിൽ 1-ാം സ്ഥാനത്തെത്തി. 18 മത്സരങ്ങളിൽ 41 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡാണ് 2-ാം സ്ഥാനത്ത്. സീസണിലെ 10-ാം തോൽവി വഴങ്ങിയ വലൻസിയ 12 പോയിന്റോടെ 19-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.